മാളു, എനിക്ക് ഉറപ്പാണ് ആവണിയുടെ ജോലി കളഞ്ഞത് മായാണ്. അതെങ്ങനെ അച്ഛന് മനസ്സിലായി? മായയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവളത് സമ്മതിച്ചു തരില്ല. നമുക്കത് അമ്മയോട് പോയി പറഞ്ഞാലോ? എടാ, അമ്മയോട് നമ്മളിപ്പോ പറഞ്ഞ അച്ഛനെ വെള്ളം പൂശുവന്നേ അമ്മ പറയത്തുള്ളൂ. പക്ഷെ അച്ഛൻ സൂക്ഷിക്കണം. മായ്മ പറഞ്ഞതുപോലെ ആ അജ്ഞാതന്റെ കയ്യിൽ അച്ഛനെ കിട്ടിയ അയാൾ അച്ഛനെ വെറുതെ വിടില്ല. നിന്റെ മാളു, നീ വെറുതെ എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ. അച്ഛാ, മായമയ്ക്ക് നല്ല പണിയിട്ടി ലക്ഷണമുണ്ട്. അതുകൊണ്ട് അച്ഛനെ വാൺ ചെയ്തത്. അച്ഛൻ എന്തായാലും ലീവല്ലേ, ലീവ് എക്സ്റ്റെൻഡ് ചെയ്തോ, അതാ സേഫ്. എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ടാ തോന്നുന്നത്. തടികേടാതെ നോക്കണമല്ലോ. എന്റെ മാളു, നീ എന്തീ പറയണത്? ഞാൻ ഇവിടെ എത്ര നാൾ ഇവിടെ അടച്ചുപൂട്ടിയിരിക്കണമെന്നാണ്? ഒന്നുകിൽ അജ്ഞാതനെ പിടിക്കണം, അല്ലെങ്കിൽ അച്ഛൻ നിരപരാധിയും തെളിക്കണം, അല്ലെങ്കിൽ അച്ഛൻ എന്തായാലും ഇടിയോ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ അജ്ഞാതന്റെ 2 ഇടിയും മേടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അമ്മയുടെ മനസ്സ് മാറുന്നു. നിങ്ങൾക്ക് നാണോ ഇല്ലെന്ന് എനിക്കറിയാം. ഇത്രയും ചീപ്പ് പരിപാടികൾക്ക് ഈ കുട്ടികളെ കൂട്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? നീ ഇടയ്ക്ക് ചോദിച്ചല്ലോ, എല്ലാം എന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണോ ഇങ്ങനെ പാവാണെങ്കിലോ എന്ന്. ഇപ്പൊ കണ്ടില്ലേ തനി നേരം എന്താന്ന്? ദേ പിള്ളേരെ, രണ്ടിനോടും കൂടിയാ പറയുന്നത്, ഇതുപോലത്തെ ചീപ്പ് ഐഡിയ കൊണ്ട് എന്റെ മുന്നിലെങ്ങാനും വന്നിട്ടുണ്ടേല് നിങ്ങൾക്ക് 2 തല്ലല്ല, എത്ര തല്ല് കിട്ടിയാലും നിങ്ങളുടെ കയ്യും കാലും ആരെങ്കിലും തല്ലി അടിച്ചാലും എനിക്ക് ഒരു വിഷമവും ഇല്ല. അത്രയ്ക്ക് നിങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്നെ എൻക്വയറിക്ക് വിളിക്കുമ്പോ ഉള്ള സത്യം ഒന്ന് പറയാൻ നോക്ക്. നിങ്ങളാ ഇതൊക്കെ ഒപ്പിച്ചതെന്നും ഞാൻ നിരപരാധിയാണെന്നും ചെന്ന് പറ. കുറച്ചു കാലം അകത്ത് കിടക്കേണ്ടി വരും, എന്നാലും സാരമില്ല. അതിനും വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഒന്നും കുറഞ്ഞു പോയില്ല, കിട്ടുന്നത് ഒന്നും. ചേച്ചി അവസാനം പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്കും. അതായിരിക്കും ചേട്ടൻ നല്ലത്. എനിക്കും അത് നല്ല ഐഡിയ എന്നാണ് തോന്നുന്നത് അച്ഛാ. എന്ത്, ഞാൻ ജയിലിൽ പോയി കിടക്കാനാ? പോടാ, അച്ഛൻ തെറ്റും ചെയ്തിട്ട് തെളിയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ ഇനി ജയിലിൽ പോയി കിടക്കാനോ? അച്ഛാ, അച്ഛൻ ശരിക്കും നിങ്ങളെ കുറ്റം ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചാ. എടാ, മിണ്ടാതിരുന്നോണം. അച്ഛാ, നമുക്ക് എന്തെങ്കിലും വഴി കാണാം.